ഹലോ. അപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റിലെ പത്രമാറ്റ് സീരിയലിന്റെ ഒരു പ്രൊമോ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ ചെറിയൊരു പ്രൊമോ ഇൻട്രോ ആണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓണാഘോഷ പരിപാടികളൊക്കെ ആയിട്ട് എല്ലാവരും ഉത്രാടത്തിന്റെ നല്ല ഉറിയടിയും കളിയും മുത്തശ്ശനും കുടുംബവും എല്ലാവരും മക്കളും ചെറുമക്കളും ഒക്കെ ആയിട്ട് നല്ല സന്തോഷത്തോടെ അവര് ഉത്രാടം ആഘോഷിച്ചു. നാളെ തിരുവോണമാണ്. അപ്പൊ തിരുവോണത്തിന്റെ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിൽ ആണ് വൈൻഡപ്പ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഇനി വരാൻ പോണ എപ്പിസോഡ് എന്ന് പറയുന്നത് ഈ നയന നമ്മുടെ മുത്തശ്ശിയുടെ റൂമിലോട്ട് മരുന്ന് എന്തോ കൊടുക്കാൻ വേണ്ടി പോകാനായിട്ട് നിൽക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുന്ന ഒരു രംഗം കേൾക്കുന്നുണ്ട്. അതായത് തന്റെ മുത്തശ്ശന്റെ അസുഖം പൂർണ്ണമായിട്ടും മാറി എന്നുള്ള വിവരം മക്കളെയും ചെറുമക്കളെയും ഒന്നും അറിയിക്കേണ്ട എന്നുള്ളതാണ് മുത്തശ്ശനും മുത്തശ്ശി എടുത്തിരിക്കുന്ന തീരുമാനം. കാര്യം മുത്തശ്ശന് അസുഖമുണ്ട് എന്നറിയുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് മക്കളും മരുമക്കളും ഒക്കെ കാണിക്കുമല്ലോ. അപ്പൊ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ആ ഒരു കൺസിഡറേഷൻ, അതായത് എന്തെങ്കിലും പറഞ്ഞാലും മുത്തശ്ശന് സുഖമില്ലാത്തതാണ് എന്നുള്ള ഒരു തോന്നല് മക്കളിലുണ്ടാവും. അത് കരുതിയിട്ടാണ് മുത്തശ്ശനും മുത്തശ്ശി ഇത് ഒളിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മുടെ നയന മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നയനയ്ക്ക് ഇത് കേട്ടപ്പോൾ തന്നെ വലിയ സന്തോഷമായി. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശന് അസുഖം പൂർണ്ണമായിട്ട് മാറി എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷ കാര്യമാണല്ലോ. അങ്ങനെ നയന ഓടി വന്നിട്ട് അജയന്റെ റൂമിലോട്ട് വന്നിട്ട് ആദർശന്റെ അടുത്ത് പറയും, നാളെ തിരുവോണത്തിന് ഞാനൊരു സർപ്രൈസ് പറയാൻ വേണ്ടി വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ആദർശ് ചോദിക്കും, എനിക്കറിയാം നീ പ്രഗ്നന്റ് ആയി, നമുക്കൊരു കുഞ്ഞാവ ഉണ്ടാവാൻ പോണു. അതൊന്നുമല്ല സർപ്രൈസ് എന്ന് കേട്ടപ്പോൾ അജയേട്ടൻ ആദർശേട്ടൻ അതാണോ പറയണേന്ന് നയനെ ചോദിക്കാം. അപ്പൊ അതൊന്നുമല്ല, ഞാൻ നാളെ പറയത്തുള്ളൂ, എന്നാലും പറയുന്നേ, രഹസ്യങ്ങളൊന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന് ആദർശ് പറയും. ഇല്ല, ഞാൻ നാളെ എല്ലാവരും ഉള്ളപ്പോഴേ പറയത്തുള്ളൂ എന്ന് നമ്മുടെ നയനെ പറയും. അപ്പൊ തിരുവോണത്തിന്റെ അന്ന് രാവിലെയായി എല്ലാവരും സന്തോഷത്തോടെ അത്തപ്പൂവൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന രംഗങ്ങളാണ്. അപ്പൊ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നയന പറയും, എനിക്കൊരു സന്തോഷ വാർത്ത ഇന്നത്തെ ദിവസം പറയാനുണ്ടെന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയും, മോള് പറയണ്ട, എനിക്കറിയാം മോൾ എന്താ പറയാൻ പോണേന്ന്. അതായത് ഈ വീട്ടിലൊരു കുഞ്ഞിക്കാലും കൂടെ വരാൻ പോണു. ദേവയാനി മോക്ക് ഇന്നലെ മനം പുരട്ടലോ ഛർദിലോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നയന മോക്ക്. അപ്പൊ പറയാം, അതൊന്നും അല്ല മുത്തശ്ശി എന്ന് നയന പറയും. അപ്പൊ ദേവയാനിക്ക് പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോൾ അയ്യോ എല്ലാവരും ഇനി അതാണോ എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ഏത് കഥാപാത്രം, നമ്മുടെ അനാമികയ്ക്കും ജലജയ്ക്കൊന്നും അതൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല. അപ്പം നയന പറയാം, അതൊന്നും അല്ല മുത്തശ്ശി, വേറൊരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ ഇരുന്നതെന്ന് പറയും. അപ്പൊ എന്താണ് മോളെ പറയുന്നത്? അതായത് ഇത്രയും നാൾ നമ്മുടെയൊക്കെ വിചാരം നമ്മുടെ മുത്തശ്ശന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്നല്ലേ. എന്നാൽ നമ്മുടെ മുത്തശ്ശന്റെ അസുഖം പൂർണ്ണമായിട്ടും മാറി, ഇനി യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി ആകെ ഷോക്കഡായി പോകും. അവർ ഒളിച്ചു വെച്ചിരുന്ന കാര്യം എവിടെ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത്. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, ആരാ മോളെടുത്ത് പറഞ്ഞത്, അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് നയന പറയണത്, ഇന്നലെ ഞാൻ ഇങ്ങനെ മുത്തശ്ശിയുടെ റൂമിൽ വന്ന സമയത്ത് അവിചാരിതമായിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടത്. അപ്പൊ പിന്നെ രണ്ടുപേർക്കും ഇനി എന്തായാലും പറ്റില്ല, ഞങ്ങൾ ഇത്രയും നാളെ നിങ്ങൾ കള്ളം പറഞ്ഞു, മുത്തശ്ശിയും കള്ളം പറയുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ചിരിച്ച് വലിയ സന്തോഷത്തോടു കൂടെയാണ് അത് കേട്ടത്. കാര്യം എന്ന് വെച്ചാൽ അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല മുത്തശ്ശന്റെ അസുഖം മാറുമെന്ന്. അപ്പൊ അത് കേട്ടപ്പോൾ നയനയുടെ വായിന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും പെട്ടെന്നൊരു ഷോക്കും സന്തോഷമായി. അപ്പൊ ആദർശ് പെട്ടെന്ന് തന്നെ ചോദിക്കുന്നത്, ഇവള് പറയുന്നത് ശരിയാണോ മുത്തശ്ശ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയും പറയും അതേന്ന് പറയും. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ദേവയാനി ചെന്നിട്ട് മുത്തശ്ശന്റെ അവരെ പൂജാ ഇതിൽ നിന്ന് എടുത്ത് താലം വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് അവർ പ്രാർത്ഥിച്ച് എല്ലാം മാറട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു ഇതിങ്ങനെ ചുറ്റി ഒഴിയുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത്. പക്ഷെ ജലജയുടെ മുഖം അത്ര സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല കേട്ടോ. ജലജ ഈ കാരണവരപ്പം ഈ അടുത്ത കാലത്തൊന്നും തീരില്ല എന്ന് വെച്ചാൽ മുത്തശ്ശന്റെ കാലം കഴിയാൻ വേണ്ടി അവൾ ഇരിക്കുന്ന മട്ടിലാണ് ജലജയുടെ ഉള്ളിലിരിപ്പ്. അനഘയ്ക്കും അത്ര വലിയ ഇതൊന്നുമല്ല, അവളെ ക്യാരക്ടർ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ നയനയും ചന്തുമോളും ഒരുങ്ങുന്ന രംഗമാണ്. ചന്തുമോക്ക് നല്ല അടിപൊളി പട്ടുപാവാടൊക്കെ ഇട്ട് നയന നല്ല സുന്ദരിയാക്കി എടുത്തു. അപ്പൊ നമ്മുടെ ആദർശ് കടന്നു വരികയാണ്. അപ്പം പറയും, ആഹാ നമ്മുടെ ചന്തുമോളും നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് ആദർശ് പറയും. അപ്പൊ വലിയ സന്തോഷമൊക്കെ ആവും കേട്ടോ. അപ്പം പറയും, ഇനി നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നയനമ്മയുടെ വീട്ടിൽ പോകാൻ പറയാം. അപ്പൊ ചന്തുമോള് പറയും, എനിക്ക് എൻ്റെ അമ്മേനെ കാണണം എന്ന് പറയാം. അതിനെന്താ നമുക്ക് അവിടെ പോയിട്ട് പിന്നെ നമുക്ക് എൻ്റെ വീട്ടിൽ പോകാമെന്ന് നയന പറയും. ഓക്കെ ശരി ആയിക്കോട്ടെ എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിന്റെ ഒരു ഡയലോഗാണ്. അതായത് ഇന്ന് ഞങ്ങൾ ആണുങ്ങളാണ് സ്പെഷ്യൽ അടുക്കളയിൽ കയറി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറയാം. ബെസ്റ്റ്, എങ്കിൽ പിന്നെ നന്നായിരിക്കും നയന പറയും. എന്താണാവോ ആദർശേട്ടൻ്റെ ആ സ്പെഷ്യല്? അത് ഞാൻ ഇന്ന്
പയറ് പായസവും പാലട പ്രഥമനുമാണ് എൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുക. എന്നാൽ ആ 2 ഐറ്റം വിട്ടിട്ട് ബാക്കി എല്ലാ ഫുഡും ഞാൻ കഴിച്ചോളാന്ന് നമ്മുടെ നയന പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആദർശ് പറയും, നീ കണ്ടോ എൻ്റെ പയറും പാലട പ്രഥമനും ഒക്കെ നിന്നെ കൊണ്ട് ഞാൻ കഴിപ്പിക്കുക എന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കും എന്നുള്ള കോൺഫിഡൻറ്റോട് പറയും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബിയുടെയും നവ്യയുടെയും ബെഡ്റൂമാണ്. നവ്യ കുഞ്ഞിൻ്റെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അബി നീ ഇവിടെ എന്തുവാ ചെയ്യണത്? നമുക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലോട്ടൊന്നും പോകണ്ടേ? നമ്മുടെ നയനയും ആദർശേട്ടനൊക്കെ അവർ ഊണ് കഴിയുമ്പോൾ പോകും, നമുക്കും പോകണ്ടേ, അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പോകണ്ടേ? അവന് ഒട്ടുമേ ഇഷ്ടമല്ല. അവൻ പറയും, അബി പറയും, അതിനെന്തിനാ പോണത്? ഇന്നലെ നമ്മൾ പോയിട്ടില്ല, അവർക്ക് നിന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു ഇഷ്ടവും ഇല്ല, ഒരു ഓണക്കോട് കൊടുത്തിട്ട് പോലും അവർക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് അവർ വാങ്ങിയത്, പിന്നെ എന്തിനാ അവിടെ പോണത്? ഇനിയിപ്പോൾ ഇന്ന് അവിടെ ചെല്ലുമ്പോൾ തന്നെ ആദർശും നയനി അവിടെ ഉണ്ടെങ്കിൽ ആദർശിനെ എടുത്ത് പൊക്കിക്കൊണ്ട് സംസാരിക്കാനാണിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം നവ്യയും പറയാം, എനിക്ക് അതൊന്നും ഇഷ്ടമല്ല, എൻ്റെ അമ്മയ്ക്ക് വെച്ചാൽ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എൻ്റെ അബി നയനയുടെ അടുത്ത് അവൻ പിന്നെ എല്ലാത്തിനും ആക്ടിങ് ആണല്ലോ. അവൻ പറയുന്നുണ്ട്, ഇത് കണ്ടു കഴിഞ്ഞാൽ ആദർശം അല്ല തെറ്റ് ചെയ്തത്, ഞാനാ തെറ്റ് ചെയ്തെന്നുള്ള രീതിയിലാണ് നിന്റെ അമ്മയ്ക്കും അച്ഛനുമുള്ള ചിന്തയും പെരുമാറ്റ രീതികളൊക്കെ എന്നുള്ള രീതിയിൽ നിൽക്കും. എൻ്റെ ആദർശം മനസ്സിൽ ചിന്തിക്കും, എനിക്കൊരു സംശയമില്ലായികയില്ല, അതായത് നമ്മുടെ ഇവളുടെ അച്ഛനും അമ്മയും, അതായത് ഗോവിന്ദനും കനകയ്ക്കും എന്തെങ്കിലും സംശയം എൻ്റെ കാര്യത്തിലുണ്ടോ, ഇനി ഞാനാണ് എന്നുള്ളത് അവരും അറിഞ്ഞോ എന്നുള്ള ഒരു ചിന്ത അബിയുടെ ഉള്ളിലുണ്ട്. അതും കൂടെ കൊണ്ടാണെങ്കിൽ അവൻ ഈ ഒരു ഇങ്ങനെ പോണ കേസ് പതുക്കെ ഒന്ന് വേണ്ടെന്നുള്ള രീതിയിൽ നവ്യയുടെയും കൂടെ മൈൻഡ് അങ്ങ് മാറ്റിപ്പിക്കും. പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ നയനയും ആദർശും ചന്തുമോളും കൂടെ അനഘയെ കാണാൻ പോവുകയും അവിടെ ചെന്നിട്ട് ആൻറ്റിയായിട്ടും അനഘയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് വരും. അപ്പോൾ നയന പറയുന്നുണ്ട്, അനഘയ്ക്ക് അടുത്ത ഓണത്തിനെങ്കിലും, ഈ മരുന്നിനേക്കാളും പ്രധാനം നമുക്ക് പ്രാർത്ഥനയാണല്ലോ, അടുത്ത ഓണത്തിനെങ്കിലും അസുഖമൊക്കെ മാറി എഴുന്നേറ്റിരിക്കാനുള്ളൊരു ഭാഗ്യവും ദൈവം തരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മോള് അമ്മയ്ക്ക് അനഘയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് അവരവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മുടെ നയനയുടെ വീട്ടിലോട്ട് വരണം. അവിടെ ചെന്ന് കഴിയുമ്പം തന്നെ നമ്മുടെ നന്ദു നല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, ആഹാ അടിപൊളി സാരിയാണല്ലോ, അപ്പം ഞാൻ ചേട്ടനും ചേച്ചി മേടിച്ചിരുന്ന സാരി നീ ഉടുത്തില്ലേന്ന് ചോദിക്കും. അത് ഞാൻ സദ്യ കഴിക്കുന്ന സമയത്ത് ഉടുത്തു, ഇത് ഞാൻ മേടിച്ച സാരി ഒന്ന് ഉടുത്തതാന്ന് പറഞ്ഞു. അപ്പം അമ്മ പറയുന്നുണ്ട്, കനക പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നാളെ നമുക്ക് പോകുമ്പം അവിട്ടത്തിന് പോകുമ്പം ഉടുത്തുകൊണ്ട് പോയാൽ പോരെ, നീ ആ സാരി തന്നെ ഉടുത്താൽ പോരെ? ഇല്ലമ്മ എന്തായാലും വാങ്ങില്ല, അതുകൊണ്ട് ഉടുത്താന്ന് പറഞ്ഞു. എന്തായാലും നല്ല ഭംഗിയുണ്ട്, ആദർശും നയനയും പറയും. അപ്പം അങ്ങനെ തന്നെ നിന്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ? വേണ്ട ആദർശ് ചേട്ടാ, വേണ്ട ചേച്ചി എന്നൊക്കെ അവൾ പറഞ്ഞാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക. അങ്ങനെ നന്ദൂട്ടീനെയും കൂടെ ചേർത്ത് വെച്ച് നമ്മുടെ നന്ദുവും നമ്മുടെ ചന്തുമോളും കൂടെ ചേർന്നുള്ള ഫോട്ടോസൊക്കെ കുറേ എടുക്കുക. കാരണം ഇതുവരെ ഞാൻ ചന്തുമോളെ ചേർന്ന് വെച്ചുള്ള ഒരു ഫോട്ടോ എടുത്തിട്ടില്ല ആദർശ് ചേട്ടാ, എന്നാൽ ഞങ്ങളെ ഒരുമിച്ച് നന്ദുവിൻ്റെയും ചന്തുമോളുടെയും കൂടെ ചേർന്നുള്ള ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞ് കുറേ ഫോട്ടോ സ്റ്റിൽസൊക്കെ എടുത്ത് അവർ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കും. അപ്പോഴാണ് നമ്മുടെ നയനയുടെ അച്ഛനും അമ്മയും പറയുന്നത്, ഇന്നലെ ഇങ്ങനെ അജാബിയും നവ്യയും വന്നിട്ടുണ്ടായിരുന്നു, വന്നിട്ട് ഇവിടെ കിടന്ന് നിൻ്റെ കുറേ കുറ്റങ്ങളും അവളുടെ കുറേ കുറ്റങ്ങളായിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവനൊരു തെറ്റും ചെയ്തില്ല, ഏറ്റവും നല്ല ആളെന്നുള്ള രീതിയിലുള്ള സംസാരമാണ്, ഒരെണ്ണം നോക്കി കാരണം കൊടുക്കാനാണ് തോന്നിയത്, പക്ഷെ നിങ്ങളെ ഓർത്ത് ഞങ്ങൾ അതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ രീതിയിൽ അവർ സംസാരിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ നയനയും ആദർശും ചന്തുമോളും കൂടെ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. ആദർശിൻ്റെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ദേവേനിയമ്മ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ചന്തുമോള് വന്നോ എന്ന് ചോദിച്ച് ഓടി ചെന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ നയന പറയും വീട്ടിലൊക്കെ പോയി. അപ്പം നമ്മുടെ ദേവേനി പറയുന്നുണ്ട്, നമ്മുടെ ഗോവിന്ദനെയും കനകയും നന്ദൂട്ടിയെയും കൂടെ നമുക്ക് തിരുവോണത്തിന് ഇവിടെ നിന്ന് സദ്യ കഴിക്കാൻ വിളിക്കാമായിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ലമ്മ, അവരവിടെ ഫുഡ് തത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ എല്ലാം റെഡിയായി എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദൂട്ടി ഇന്ന് സാരി കൊടുത്ത് നല്ല കല്യാണ പെണ്ണെ പോലെ ആയിട്ട് അമ്മ ഇരുന്നേ, ആണോ ഫോട്ടോയൊക്കെ എടുത്തു ഞങ്ങൾ എന്നാൽ കാണിച്ച മോളെന്ന് പറഞ്ഞിട്ട് ദേവയാനി അമ്മ ആദർശിൻ്റെ കയ്യിൽ ഫോണിലെടുത്ത ഫോട്ടോസൊക്കെ കണ്ടിട്ട് പറയാം, ഇതിൽ നിന്ന് കുറച്ച് ഫോട്ടോ എൻ്റെയിലും ഇട്ടത്, എന്തെങ്കിലും നല്ല കല്യാണാലോചനയൊക്കെ വരികയാണെങ്കിൽ ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് പറയും. പക്ഷെ ഇതൊക്കെ പറയേണ്ടത് മാറി നിന്ന് നമ്മുടെ അനി കാണുന്നുണ്ട്, ആഹാ അവൾ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നില്ല, അപ്പോൾ നല്ല അടിപൊളി പുതിയ സാരിയൊക്കെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ആണ്, ഞാൻ വാങ്ങിക്കൊടുത്ത എന്നെ ആയിരിക്കുമോ അവൾ ഉടുത്തെന്നുള്ള ആലോചനയിൽ അനി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രംഗം എന്നാന്ന് വെച്ചാൽ ഇവരിതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് മാറി കഴിയുമ്പോൾ ആദർശിൻ്റെ റൂമിൽ പോയി അനി ഫോൺ എടുത്തിട്ട്, ആദർശിൻ്റെ ഫോണിൻ്റെ നമ്പർ ലോക്കൊക്കെ അവനറിയാം, എടുത്തിട്ട് അതിലെ ഫോട്ടോ നോക്കുമ്പോൾ അവൻ മേടിച്ചു കൊടുത്ത ഫോട്ടോ തന്നെയാണ് അനി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയം അനിയുടെ വീട് കാണിക്കുന്നുണ്ട്, അല്ല നന്ദു കൊടുത്തിരിക്കുന്നത് അനി മേടിച്ചു കൊടുത്ത സാരി തന്നെയാണ്.
അപ്പോൾ ഈ സമയത്ത് നന്ദു ഉടുത്തിരുന്ന സാരി അവളെ വീട്ടിൽ അത് അനി മേടിച്ചു കൊടുത്ത സാരി ഉടുത്ത് കഴിഞ്ഞിട്ട് അതൊക്കെ മാറ്റി മടക്കി അതൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് എനിക്ക് അനി ആദ്യമായിട്ട് തന്ന സാരിയാണെന്നൊക്കെ പറഞ്ഞ് അതിന് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇതെൻ്റെ ജീവിതം, ഞാൻ ഇനി അനിയെ കല്യാണം കഴിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഈ സാരി ഞാൻ എന്നും സൂക്ഷിക്കും എന്നുള്ള രീതിയിൽ അവളിങ്ങനെ അത് ചേർത്ത് പിടിക്കുന്ന രംഗമാണ്. അപ്പോഴാണ് ഈ ഫോട്ടോ അനി എടുത്തിട്ട് നന്ദുവിൻ്റെ ഫോണിൽ അനിയുടെ ഫോണിൽ നിന്ന് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നോക്കുമ്പോൾ അനിയുടെ മെസ്സേജ് വന്ന് നോക്കിയെടുക്കുമ്പോൾ നന്ദുവിൻ്റെ ഫോട്ടോസൊക്കെ അനി അയച്ചിരിക്കുന്നു. അപ്പോൾ ചോദിക്കും നിനക്ക്, എന്നിട്ട് അപ്പോൾ തന്നെ അനി നന്ദുവിനെ കോൾ ചെയ്യുക, എടാ നിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ആദർശേട്ടൻ്റെ ഫോണിൽ നിന്ന് ഞാൻ എടുത്തതെന്ന് പറയും. ഓഹോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയും. എന്നിട്ട് പറയും നിനക്കപ്പോൾ ഞാൻ വാങ്ങി തന്ന സാരി ഇഷ്ടമൊക്കെ ആയില്ല, അപ്പോൾ ഞാൻ ഇനി എന്ത് ഗിഫ്റ്റ് തന്നാലും നീ നിരസിച്ച് കളയില്ലല്ലോ, മേടിച്ചോളൂ എന്ന കാര്യം എനിക്ക് ഉറപ്പായെന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, അല്ല നീ ഉടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉടുത്ത എന്തിനാ, അത് ഞാൻ അന്നേരം ഉടുത്തില്ലായിരുന്നു പിന്നെ എടുത്തു, അതൊന്ന് ചേർത്ത് വെച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തരേ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയുന്നതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണെങ്കിലും സ്നേഹത്തോടെ മറുപടി കൊടുക്കുകയാണ്. രണ്ടുപേർക്ക് മനസ്സുകൊണ്ട് അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു രീതി, അനിയും നന്ദു. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരുടെയും ആ ഒരു സ്നേഹത്തോടുള്ള സംസാരത്തോടു കൂടി അനി ഫോൺ വയ്ക്കുകയും നന്ദു അതോർത്ത് ഇങ്ങനെ മനസ്സിൽ ആ ഒരു അവൻ്റെ കൂടെയുള്ള സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും പുറത്ത് കാണിക്കാത്ത രീതിയിൽ അതിങ്ങനെ ഉള്ള ഒരു രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ ഇത് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്ന് എല്ലാവരും ഈ പ്രൊമോ വീഡിയോ ഒക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.